സർക്കാർ ഡീസൽ എടിഎഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തി. ആഗോള വളർച്ച 26-ൽ ചെറുതായി ഉയരുമെന്ന് ആർബിഐ ഗവർണർ. HPCL രാജസ്ഥാൻ റിഫൈനറി ചെലവ് പരിഷ്കരിച്ചു. ഇന്ത്യൻ ഓഹരി വിപണി ഉയർച്ച തുടരുന്നു. US ഇറാൻ സീസ് ഫയറിന് ശേഷം ഊർജ്ജമേഖലയിൽ ആശ്വാസം. ഏപ്രിൽ വിപണിയിൽ വ്യക്തിഗത കമ്പനികളിലേക്ക് ശ്രദ്ധ തിരിയണം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക. ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. സർക്കാർ ഡീസൽ എടിഎഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉയർത്തി. കേന്ദ്ര സർക്കാർ ഹൈസ്പീഡ് ഡീസലിന്റെ എക്സ്പോർട്ട് ഡ്യൂട്ടി ലിറ്ററിന് 21 രൂപയിൽ നിന്ന് 50 രൂപ 50 പൈസയാക്കി ഉയർത്തി. ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിന്റെ ഡ്യൂട്ടി 29 രൂപയിൽ നിന്ന് 40 രൂപ 2 പൈസയാക്കി. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന ഈ നടപടി ആഭ്യന്തര വിതരണം ഉറപ്പാക്കാനും ലോകവിലയിലെ വ്യത്യാസം മുതലെടുക്കുന്നത് തടയാനുമാണെന്ന് വിശദീകരണം. ആഗോള വളർച്ച 26-ൽ ചെറുതായി ഉയരുമെന്ന് RBI ഗവർണർ. 26-ൽ ആഗോള സാമ്പത്തിക വളർച്ച ചെറുതായി ഉയരും. സാങ്കേതിക മേഖലയിലെ നിക്ഷേപങ്ങളും അനുകൂലമായ പണനയവും ഇതിന് കാരണമാകും. ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായി തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. HPCL രാജസ്ഥാൻ റിഫൈനറി ചെലവ് പരിഷ്കരിച്ചു. ക്യാബിനറ്റ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ രാജസ്ഥാൻ റിഫൈനറി പദ്ധതിയുടെ പരിഷ്കരിച്ച ചെലവ് 79,459 കോടി രൂപയായി അംഗീകരിച്ചു. മുൻപത്തെ 43,129 കോടി രൂപയിൽ നിന്നാണ് തുക ഉയർത്തിയത്. പച്ചപ്പട്രയിലെ ഈ പദ്ധതി രാജ്യത്തിന്റെ ഊർജ്ജിത സുരക്ഷ ശക്തിപ്പെടുത്തും. ഇന്ത്യൻ ഓഹരി വിപണി ഉയർച്ച തുടരുന്നു. കഴിഞ്ഞ ദിവസം സെൻസെക്സ് 7,50,000-ലധികം പോയിന്റുകൾ ഉയർന്ന് അവസാനിച്ചു. നിഫ്റ്റി 4,40,000-തോട് അടുത്തു. US ഇറാൻ സീസ് ഫയർ വാർത്തയും ആഗോള സൂചനകളും വിപണിയെ ബലപ്പെടുത്തി. ഓട്ടോമൊബൈൽ ഓഹരികൾ ശക്തമായി ഉയർന്നു. എന്നാൽ IT ഭീമന്മാരായ ഇൻഫോസിസ്, TCS എന്നിവ പിന്നോട്ടുപോയി. US ഇറാൻ സീസ് ഫയറിന് ശേഷം ഊർജ്ജമേഖലയിൽ ആശ്വാസം. ഇന്ത്യൻ LPG ടാങ്കർ ജഗ് വിക്രം ഹോർമൂസ് കടലിടുക്ക് കടന്നു. സീസ് ഫയറിന് ശേഷമുള്ള ആദ്യ ഇന്ത്യൻ പതാകയുള്ള കപ്പൽ. ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ വിപണിയെ സ്വാധീനിക്കുന്നത് തുടരുന്നു. ഇന്ത്യ ഊർജ്ജ ഇറക്കുമതിക്കായി യൂറോപ്പുമായി കൂടുതൽ സഹകരണം ലക്ഷ്യമിടുന്നു. ഏപ്രിൽ വിപണിയിൽ വ്യക്തിഗത കമ്പനികളിലേക്ക് ശ്രദ്ധ തിരിയണം. 26 ഏപ്രിൽ ആഗോള വിപണി ഏറെ അസ്ഥിരമായിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് പിരിമുറുക്കം ക്രൂഡ് വില ഉയർത്തിയത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ബാധിക്കും. സെക്ടർ അടിസ്ഥാനത്തിലുള്ള നിക്ഷേപം ഫലപ്രദമല്ല. വ്യക്തിഗത കമ്പനികളുടെ അടിസ്ഥാന ശക്തി പരിശോധിക്കണമെന്ന് വിദഗ്ധർ. ഞാൻ ദേവിക. ബുക്കർമാൻ ബിസിനസ് ന്യൂസ് വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.